ഫ്രണ്ട്സ്, എന്നിട്ടൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വേറൊന്നുമില്ല. നമ്മളിന്നൊരു കൈനറ്റിക് സാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ചിലവർക്കൊക്കെ അറിയായിരിക്കും ഈ കൈനറ്റിക് സാൻഡ് എന്താണെന്നുള്ളത്, ചിലവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം എന്തുവാന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു കൈനറ്റിക് സാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണ്ണിൻ്റെ രൂപത്തിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കൈനറ്റിക് സാൻഡ് എന്ന് ഇതിൻ്റെ പേര് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് നല്ല യൂസ് ആവുന്നൊരു സംഭവമാണ് ഈ ഒരു കൈനറ്റിക് സാൻഡ്. ഈ ഒരു മണ്ണ് പരുവത്തിലാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മണ്ണാണെങ്കിൽ നമ്മുടെ കൈ പറ്റാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു കൈനറ്റിക് സാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളൊരു മോൾഡിൽ വെച്ച് തിരിച്ച് വെച്ച് അവിടെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ മണ്ണാണെങ്കിൽ നമ്മൾ മുറിച്ചാൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു കൈനറ്റിക് സാൻഡ് ഒട്ടും പൊടിഞ്ഞു പോയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജാറ് നിറച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് മതി. അതുപോലെ തന്നെ നമുക്ക് 2 കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 10ൻ്റെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഷാമ്പു ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊരു നൈലിൻ്റെ ഷാമ്പു ആണ്. ക്ലിനിക് പ്ലസ് ആണെങ്കിലും നിങ്ങൾക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഒരു പാത്രവും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. സ്പൂൺ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്താലേ ഈ ഒരു പരുവാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പാത്രം ഒരു സ്പൂണും ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം ഒന്ന് കൂട്ടി കൊടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോൾഗേറ്റ് പേസ്റ്റിനകത്തോട്ട് പൊട്ടിച്ച് 2 എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ വെക്കാം. ഇത് നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ നമുക്ക് ഉപ്പാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഉപ്പ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഈ ഒരു കല്ലിൻ്റെ ഈ സംഭവമുണ്ട്, ഇതൊക്കെ നമ്മളിങ്ങനെ പൊടിച്ച് നല്ല പൊടിയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിനി അടുത്തായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു കോൾഗേറ്റ് പേസ്റ്റ് നമുക്ക് ഈ അടപ്പ് മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തോട്ടും ഈ ഒരു പേസ്റ്റ് നമുക്ക് എത്തണം. അപ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. നമ്മളിപ്പോൾ കുറച്ചായിട്ടിട്ടാണ് യോജിപ്പിക്കുന്നത്. നമുക്ക് ഇനി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പേസ്റ്റ് കുറേ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് പേസ്റ്റ് നല്ലോണം ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പം ഇതിട്ടായിരുന്നു. നല്ലോണം പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. അടുത്ത് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ആ ഒരു കൈനറ്റിക് സാൻഡിൻ്റെ പരുവം എത്തുന്നവരെ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ഒരു പേസ്റ്റ്. നമുക്കിതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമ്മളിതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഏകദേശം കുറേ ഇട്ട് കൊടുത്ത്. ഇത് ഒരെണ്ണം തീർന്നു. അടുത്തായിട്ട് നമ്മൾ ഇതും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. ഇത് നമ്മൾ ഫുള്ള് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ഈ ഒരു പരുവാവുന്നവരെ. ഇനി അടുത്ത പണി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷാമ്പു ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഓക്കെ, ഇനി ഇത് ഇട്ട് കൊടുക്കാം. ഷാമ്പു ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ബാക്കി നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പൊടി, മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പൊടി നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നന്നായിട്ട്. നമ്മുടെ ആ കോൾഗേറ്റ് പേസ്റ്റിൻ്റെയും ആ ഉപ്പിൻ്റെയും ആ ഒരു പൊടി നമുക്ക് ഇളക്കി കൊടുത്തിട്ട്
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഷാമ്പൂവിൻ്റെ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചായിട്ട് നമുക്കിത് സ്പൂണിൽ ഇത്തിരി വെച്ച് പിന്നെ കൂടിപ്പോരുത്. ഇത് അധികം കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നമ്മളിത് കുറച്ചായിട്ട് ഇട്ട് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഏകദേശം ആ ഒരു കഴിച്ചാൻ്റെ പരിവായി വരുന്നുണ്ട്. നമുക്കിതിനി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിട്ടിട്ട് ഇത് വെതറി ഇങ്ങനെ എല്ലായിടത്തും ഈ ഒരു ഷാമ്പൂവിൻ്റെ വെള്ളം നമുക്ക് എത്തിയാൽ ഇതൊന്ന് കറക്റ്റ് പരിവാകുള്ളൂ. നമുക്കിത് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു കൈനറ്റിക് സാൻഡ് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇളക്കാൻ ഇത്തിരൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൈനറ്റിക് സാൻഡ് അടിപൊളിയായിട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കൈനറ്റിക് സാൻഡ് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ദേ കറക്റ്റ് ആ ഒരു ഷേപ്പിലാണ് വരുന്നത്. കണ്ട, നമ്മുടെ കൈനറ്റിക് സാൻഡിൻ്റെ കറക്റ്റ് ആ പരിവാണ്. ഇനി നമ്മളിത് ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കൈനറ്റിക് സാൻഡിൻ്റെ ആ ഒരു പരിവാവുന്നതാണ്. കണ്ട ഗൈസ്, ദേ ഇനി ഞാൻ ഒന്നുകൂടെ ഇനി കാണിച്ചു തരാം. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from alone. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു കൈനറ്റിക് സാൻഡ് നമ്മുടെ കറക്റ്റ് 100% നമ്മുടെ സക്സസ് ആയിട്ടുണ്ട്. ഈ ഒരു കൈനറ്റിക് സാൻഡ് കണ്ടില്ലേ, നമുക്ക് പിള്ളേർക്കൊക്കെ കളിക്കാൻ കൊടുക്കാവുന്ന സാധനമാണ്. നമുക്ക് ഈ ഓൺലൈനിൽ കൂടെ ഒന്നും ഇത് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പൈസ അധികം ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ കൈനറ്റിക് സാൻഡ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള ബെൽ ബട്ടൺ കൂടെ ലഭിച്ചതാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.